RSSന് 100 വയസ്സ് തികഞ്ഞു. അതിനിടയിൽ ഏഷ്യാനെറ്റിൽ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു പ്രോഗ്രാം ചെയ്തു. അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തു മാറ്റമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടായതെന്നാണ് പലരും ചോദിക്കുന്നത്. അതിനെ എതിർക്കുന്നവരുമുണ്ട്, പിന്തുണയ്ക്കുന്നവരുമുണ്ട്. സാറും അത് കണ്ടിരിക്കുമല്ലോ. ഇല്ലില്ല, ഞാൻ കാണാറില്ല. ഞാനത് എന്താണെന്ന് വെച്ചാൽ മ്യൂട്ടാക്കി വെച്ചാണ് കാണാറ്. അത് നല്ല കോമഡി, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുള്ള ആക്ഷനും ഒക്കെ കാണാൻ നല്ല കോമഡിയുണ്ട്. അതുകൊണ്ട് ഞാൻ കാണുക. ഈ ശ്രീജിത്തെ, നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, കുണ്ടുകുലുക്കി പക്ഷി എന്നൊരു പക്ഷിയുണ്ട് ഇവിടെ. ആ പക്ഷിയുടെ പേരങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വാക്ക് പറയുന്നത്. കുണ്ടുകുലുക്കി പക്ഷിയുടെ വിചാരം എന്ന് പറയുന്നത് അതിങ്ങനെ നടന്നു പോകുന്നതുകൊണ്ടാണ് ഭൂമി ഇങ്ങനെ കുലുങ്ങുകയാണ് എന്ന് അതിന് തോന്നും എന്ന് പറയുന്ന പോലെയാണ് ചില അവതാരക വേഷങ്ങൾ. ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ അവരുടെ വിചാരം ലോകം മുഴുവൻ ഇങ്ങനെ അത് കേട്ട് രോമാഞ്ച കഞ്ചുകമായി തീരുകയാണ്. ലോകം മുഴുവൻ ഇങ്ങനെ കേട്ട് ശ്രദ്ധിച്ചിങ്ങനെ അത് ട്രാൻസ്ഫോർമേഷൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള ഭാവഹാവാദികളോടെ ഈഗോയോടും കൂടിയിട്ടാണ് പലരും അവതരിപ്പിക്കുന്നത്. ഉദാഹരണമാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ, എൻ്റെ നമ്പർ 1 ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണമാണ് ഏഷ്യാനെറ്റിലെ തന്നെ സിന്ധു സൂര്യകുമാർ. കവർ സ്റ്റോറി എന്നും പറഞ്ഞൊരു പങ്ക്തി ചെയ്യുന്നു. സിന്ധു സൂര്യകുമാർ ഇവിടെ നിന്ന് മാറി 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആരും സിന്ധു സൂര്യകുമാറിനെ ഓർക്കാൻ പോകുന്നില്ല. ഉണ്ണി ബാലകൃഷ്ണൻ്റെ അവസ്ഥ ഏറെ വ്യത്യസ്തമൊന്നുമല്ല. മാതൃഭൂമിയിലെ കണ്ടായിരുന്നില്ല അദ്ദേഹം, അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ക്യാമറയുടെ മുമ്പിലുള്ള ശോഭ, ക്യാമറയാണ് ഇതിൻ്റെ മുന്നിലും. അത് തന്നെയാണ് ഇതിൻ്റെ രഹസ്യം. ക്യാമറയിൽ 2 ദിവസം കാണുമ്പോൾ എടടട ഇവൻ കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ, ഞാൻ ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ പ്രേക്ഷകൻ ഒരാരാധന തോന്നിയിട്ട് ഇത് TG മോഹൻദാസിനെ പോലെയാണ് അങ്ങ്. അപ്പം എനിക്ക് ചിരി വന്നു. TG മോഹൻദാസ് എന്ന് പറയുന്ന മഹാസാഗരത്തിൻ്റെ മുമ്പിൽ അവിടുത്തെ ഒരു മൺതരിയുടെ പോലും വലിപ്പമില്ലാത്ത ഒരാളാണ് ഞാനെന്നുള്ള ആ ബോധ്യവും വിനയവും എനിക്കുണ്ടെങ്കിൽ പിന്നെ ഈ പ്രേക്ഷകരുടെ വാക്കുകളാൽ ഞാൻ ഒരിക്കലും എനിക്കൊരു പൊങ്ങച്ചമോ ഈഗോയോ തോന്നുകയില്ല. മറിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർക്കും പലപ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആരാധനയുടെ വാക്കുകൾ കിട്ടും. ആ വാക്കുകൾ കിട്ടിയിട്ട് അവരങ്ങ് കോരിത്തരിച്ചു ഇതെല്ലാം ശരിയാണ് എന്നൊരു ധാരണയിലേക്ക് അവർ പോവും. അങ്ങനെയൊന്നും അല്ല. ഇത് പ്രേക്ഷകരും അവതാരകരും തമ്മിലുള്ളൊരു കെമിസ്ട്രിയാണ്. ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ വിഡ്ഢികളെന്ന് പറയുകയും അശ്ലീലം പറയുകയും ചീത്ത പറയുകയും ചെയ്യുന്നവരുണ്ടാവും. ഇതുപോലെ വാനോളം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നിമിഷത്തിൽ നിങ്ങളെ വാനോളം പുകഴ്ത്തുകയും ചെയ്യും. ഇതെല്ലാം നിർമ്മമമായിട്ടും ബാലൻസ്ഡായിട്ടും കണ്ടില്ലെങ്കിൽ അവർ പിന്നെയും കട്ട അങ്ങോട്ട് ഉയർത്തിക്കൊണ്ട് 8ാം കട്ടയും 9ാം കട്ടയും കഴിഞ്ഞ് ആകപ്പാടെ കൂടെ ചെന്ന് വലിയ കുഴപ്പത്തിലെത്തും. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഈ പൊതുജനങ്ങൾക്ക് അറിയാൻ മേത്ത ഒരു കുന്തവും നിങ്ങളാരും പറയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ അതിനൊരു കോമിക് വാല്യൂ ഉണ്ട്. ഒരു പക്ഷേ ഞാനും ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് അവതരിപ്പിച്ചുക, അതങ്ങനെ ഒരു കോമാളിത്തമായി പോകും. കാരണം ശരീരത്തിൽ മസിലില്ലാത്ത ഒരാൾ, ഒരു അസ്ഥികൂടം പോലെ ഒരാൾ നിന്ന് ഇങ്ങനെയൊക്കെ കാണിച്ച കോക്കാമ്പിച്ചിയായിട്ട് മ്യൂട്ടിട്ട് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ കോമിക് വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. വൃത്തികേടാണ്. TV ഗ്രാമറിനെ കുറിച്ച് ABCD അറിയാത്ത ആളാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ചെയ്ത് എന്ത് കുന്തമാണ് ഈ കാണിക്കുന്ന? ഫാൾസ്. ഇറ്റ് ഇസ് എ ട്രാജഡി. TV ഭാഷയിൽ ഇതൊന്നുമില്ല. പത്രക്കാരനായിരുന്നു, അതുകൊണ്ട് എന്ത് കാണും, എന്ത് എല്ലാം അങ്ങ് ജേർണലിസമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇവരെയൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു അക്കാഡമി ഇല്ലെന്നുള്ളതാണ്. ഇവർ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പറയും. താനീ അവതരിപ്പിക്കുന്ന രീതി ശരിയാണോ? TVക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഭാഷ. സിന്ധു സൂര്യകുമാരൻ്റെ കാര്യത്തിൽ അതാ. ദൂരദർശനാണെങ്കിൽ ഒരു ഓഡിഷനിൽ അവരെ എടുക്കില്ല, 100% ഉറപ്പായിട്ട് ഞാൻ പറയാം. കാരണം അവരുടെ വർത്തമാനം പറച്ചിലിൻ്റെ, അത് മോഡുലേഷൻ്റെ അല്ല ഉച്ചാരണത്തിൻ്റെ ഒക്കെ പ്രശ്നത്തിൽ കാര്യമായ പിഴവുകളുണ്ട്. ശുദ്ധമായ ഉച്ചാരണം അല്ലാതെ വാക്കുകൾ അവരുടെ പല്ലിൻ്റെ ഞാൻ അവരുടെ കുറ്റം പറയുകയല്ല, അവരെ ബോഡി ഷെയിം പറയുന്നില്ലേ. പക്ഷേ ഞാൻ ഓഡിഷനിൽ പാസ്സാവുന്നതിൽ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നടത്തുന്നു. അനുനാസികം പല കാര്യങ്ങളും അവരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, അനുനാസികമാവരുത് ശബ്ദം. അതുപോലെ നമ്മുടെ പല്ലിൻ്റെ നാക്കിൻ്റെയൊക്കെ കോൺഫിഗറേഷൻ വളരെ ശരിയായിരിക്കണം. എങ്കിലേ ഉച്ചാരണം, മലയാള വാക്കുകളുടെ ഉച്ചാരണം ശരിയായിട്ട് വായിൽ നിന്ന് വീഴുകയുള്ളൂ. അല്ലെങ്കിൽ വാക്കുകളുടെ ഉച്ചാരണത്തിൽ വൻ പിഴവ് സംഭവിക്കും. വാക്കുകളിലെ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഭാഷയിൽ, നമ്മൾ അച്ചടി ഭാഷയിൽ വരുത്തുന്ന ആ ഗ്രാമറിൽ, അതുപോലെ തന്നെ അതിൻ്റെ സ്പെല്ലിങ്ങിൽ വരുത്തുന്ന മിസ്റ്റേക്ക് പോലെ വളരെ ഗുരുതരമായ ഒന്നാണ്.
ഇതൊന്നും നോക്കാതെ പണ്ട് കണ്ടവന് എമ്മാൻ്റെ എല്ലാം കയറി വന്നിട്ട് അങ്ങ് അവതരിപ്പിച്ചോളൂ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ചർച്ചയിൽ ഇപ്പോൾ നമ്മൾ തമ്മിലിപ്പോൾ സംസാരിക്കുന്നു, എനിക്ക് അതിൻ്റെ ഓഡിഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ പറയാനുള്ളത് പറയുന്നു, അതിൻ്റെ വൃത്തികേട് അവിടെ ഇരിക്കും. പക്ഷെ ഒരു അവതാരകനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവശ്യം വേണ്ടുന്ന ഉച്ചാരണശുദ്ധി, ശബ്ദശുദ്ധി, കണ്ഠം ശരിയായിരിക്കണം. അതുപോലെ ആംഗ്യവിക്ഷേപങ്ങളിലെ അടക്കം, ഒതുക്കം, ഇതൊക്കെ വളരെ ആവശ്യമാണ്. ഒരു പക്ഷേ എനിക്ക് പരിപാടിയിലേക്ക് വന്നാൽ എന്താ, പരിപാടിയിലേക്ക് വരാം. ഞാൻ ഇതും കൂടെ പറഞ്ഞു, ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പരിശീലനമൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം തോന്നുന്ന കാര്യങ്ങളാണ്. ഇത് മറ്റുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടും പറയുന്നതാണ്. അവതാരണത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇന്നു വരെ BJP RSSനെയും ഇപ്പം ഞാൻ കൊന്നുകളയും എന്ന് വിചാരിച്ചാൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് കേട്ട് RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്നേ പിരിച്ചുവിടേണ്ടതാണ്. BJP എന്ന ഗവൺമെൻറ് എന്നേ നിലംപതിക്കേണ്ടതാണ്. പറഞ്ഞു എന്തൊരു ഊർജത്തിലാണ് അദ്ദേഹം. ബോക്സിംഗ് താരത്തിനെ പോലല്ലേ അദ്ദേഹം, മുഹമ്മദ് അലിയെ പോലെ BJP ഗവൺമെൻറ് ഇട്ടി കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പറയുന്ന ഈ മലയാള ഭാഷയിൽ, ആ മലയാള ഭാഷ സംസാരിക്കുന്ന കേരളത്തിൽ അതിൻ്റെ ശക്തി ഓരോ തെരഞ്ഞെടുപ്പിലും കൂടിക്കൊണ്ടിരിക്കുക. ഉണ്ണി ബാലകൃഷ്ണനാണോ അതിൻ്റെ കാരണഭൂതൻ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവസാനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹമാസിനെ പോലെ അദ്ദേഹം കീഴടങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ അതിൻ്റെ ഒക്ടോബർ 2 നടത്തിയ അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനത്തിൽ അദ്ദേഹം എന്തായാലും വലിയ ബോക്സിംഗ് നടത്തിയത് RSSന് അനുകൂലമായിട്ടാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് 100 വർഷം മുമ്പ് തുടങ്ങിയ RSS ഇപ്പോഴും ഉജ്ജ്വലമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തുടങ്ങിയ പല സംഘടനകളും നശിച്ചു നാറാണക്കല്ല് വെച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണം CPI തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതെല്ലാം നശിച്ച് നാറാണക്കല്ല് വെച്ചിരിക്കുന്നു, അംഗബലം നശിച്ചിരിക്കുന്നു. ഇങ്ങനെ RSSനെയും ചീത്ത ഭരിച്ചുകൊണ്ട് കാലക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സംഘടനകൾ. ഉണ്ണി ബാലകൃഷ്ണനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായിരിക്കുന്നു. പിന്നെ ഇന്ത്യയിലാകെയുള്ള SBI ശാഖകളുടെ എണ്ണം 22,500 അതിലും കൂടുതൽ ശാഖകൾ RSSനുണ്ട്. അതിൻ്റെ 3 ഇരട്ടിയിൽ കൂടുതൽ 83,000-ഓളം ശാഖകളുണ്ട്. അതുപോലെ തന്നെ 8,000-ഓളം ശാഖകൾ ഉത്തർപ്രദേശിലുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കേരളത്തിൽ എങ്ങനെ 6,845. കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയും ശാഖകളായതെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ അറിയുന്നുണ്ടോ ആവോ? ഉണ്ണി ബാലകൃഷ്ണ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നടത്തുന്നവരുണ്ടല്ലോ, ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഫലമാണ്. നിങ്ങളൊക്കെ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ഹിന്ദു വിരുദ്ധതയുടെ ബുദ്ധിജീവി നാട്യം നിലനിർത്താൻ നിങ്ങൾക്ക് ഹിന്ദു വിരുദ്ധത വേണം. ഹിന്ദുവിനെ വഴിയരികിലെ ചെണ്ട പോലിട്ട് കൊട്ടണം, അതിൻ്റെ തോല് പൊട്ടുന്നത് വരെ. ആ ക്രൂരമായ, നിന്ദ്യമായ, ജുഗുപ്സാവഹമായിട്ടുള്ള ഹിന്ദു നിന്ദയുടെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഫലമാണിത്. എന്താണ് മൗദൂദിസം വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് മലപ്പുറത്ത് ശ്രമം നടക്കുമ്പോൾ നിങ്ങൾ മൗനം അവലംബിക്കുന്ന, നിങ്ങൾ മിണ്ടണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ സ്ഥാപനം അത് സമ്മതിക്കില്ല. കാരണം നിങ്ങളുടെ വ്യൂവർഷിപ്പ് കുറയും ഉണ്ണി ബാലകൃഷ്ണ. എന്നിട്ട് വലിയ ആദർശവാദങ്ങൾ നടത്തുക. നിങ്ങളുടെ എല്ലാ പ്രകടനങ്ങളും, നിങ്ങളുടെ എല്ലാ വാക്കുകളും നിങ്ങളുടെ വ്യൂവർഷിപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലാണതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വ്യൂവർഷിപ്പാണ്. ആ വ്യൂവർഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുകയില്ല. അതാണ് സംഘടിത സെമറ്റിക് സ്വഭാവമുള്ള മതങ്ങൾ ഉണ്ടാക്കുന്ന ആ വ്യൂവർഷിപ്പ് ബൂമുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ശമ്പളം കിട്ടില്ല. അതിൻ്റെ ഭാഗമാവണമെങ്കിൽ ഈ ഹിന്ദു നിന്ദ എന്ന് പറയുന്ന ഉത്തരോത്തരം ശക്തിയായിട്ട് കൊണ്ടുപോകണം. അതല്ലേ ഇതിൻ്റെ സത്യം. ആ സത്യത്തെ സ്വയം നിങ്ങൾ പുറത്തു പറയേണ്ട, ആത്മപരിശോധന നടത്തും. അതുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണ കേരളത്തിൽ, ഈ ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ ഇത്രമാത്രം RSSൻ്റെ ശാഖകൾ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രീണനം തുടരുന്നിടത്തോളം ശാഖകളുണ്ടാവും. ആ ശാഖകൾ ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ സൃഷ്ടിക്കും, ഉത്തമരായ പൗരന്മാരെ സൃഷ്ടിക്കും. ആ സൃഷ്ടിക്കപ്പെട്ട പൗരന്മാർ ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും നിലനിർത്തുക തന്നെ ചെയ്യും, ഇൻ സ്പൈറ്റ് ഓഫ് യു. ദാറ്റ് ഈസ് ദ ഫാക്റ്റ്. ഇതുപോലെ തന്നെയാണ് സിന്ധു സൂര്യകുമാറും വിപ്ലവകാരിയാവാൻ വേണ്ടി, താനൊരു ബുദ്ധിജീവിയാണ് എന്ന് പറയാൻ വേണ്ടി കേരളത്തിൽ നിന്നുപോലും, സാക്ഷരമായ കേരളത്തിൽ നിന്നുപോലും 100 കണക്കിന് ആളുകൾ കുംഭമേളയിൽ പങ്കെടുത്തു. ഞെട്ടിപ്പോയി അവർ.
എന്തൊരു സങ്കടം അവർക്ക്. ഇവിടെ മൗദൂദീസമൊക്കെ തിരിച്ചു വരുമ്പോൾ അത് കുഴപ്പമില്ല, ന്യൂനപക്ഷം. അരുന്ധതി റോയിയെ മതേതരത്വം. ഓ, എന്തൊരു വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. കുംഭമേളയിൽ പങ്കെടുത്തു. സിന്ധു സൂര്യകുമാറിൻ്റെ ചെലവിലല്ലല്ലോ അവർ പോയത്, അവരുടെ കയ്യിൽ നിന്ന് മണി. ഇവർക്ക് സഹിക്കുന്നില്ല. എന്നിട്ട് മോദിയെ പോയി ഇൻ്റർവ്യൂ ചെയ്ത ആളാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ സിന്ധു സൂര്യകുമാർ വെച്ച് ഇനി മേലെ ഇവിടുന്ന് ഒരുത്തരും ഇനി കുംഭമേളയ്ക്ക് പോവില്ല, അമ്പട എൻ്റെ ഒരു വമ്പത്തം എന്നുമുള്ള മട്ടിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് മാത്രമല്ല, ഇതിനെതിരെ വലിയ വിമർശനം വന്ന് പറഞ്ഞു, ഇനിയും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ കിടന്ന് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് മുഴുവൻ ബബ്ബര വിഡിതമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. RSSൻ്റെ ശാഖകൾ ഇവിടെ കൂടുകയും ചെയ്യും. അതിലൂടെ ഉത്തമ പൗരന്മാരുണ്ടാവും, സത്യബോധ്യമുള്ള പൗരന്മാരുണ്ടാവും. നിങ്ങൾ ഈ പ്രോത്സാഹിപ്പിച്ച് വിടുന്ന ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന മൗദൂദിസത്തെയൊക്കെ ഉണ്ടല്ലോ, നേരിടാൻ ചങ്കൂറ്റമുള്ളവരിവിടെ ഉണ്ടാവും. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ ചങ്കൂറ്റമുള്ളവരുണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ സമാജത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കാൻ, മതേതരത്വത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, മഹാത്മാഗാന്ധി നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറുള്ള ആളുകൾ ഇവിടെ വരും. നിങ്ങൾ പേടിച്ചു പോയി എളിക്കുമ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവരുണ്ടാവും. ഈ രാജ്യത്തെ, ഈ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഈ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അതാണ് RSS. അതുകൊണ്ടാണ് RSS 100 വർഷം കഴിഞ്ഞിട്ടും തോറ്റുപോവാതെ, അതിൻ്റെ ശാഖകൾ ചുരുങ്ങാതെ, പരാജയപ്പെടാതെ നിൽക്കുന്നത്. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു പോകാൻ കാരണം CPSUവിലായാലും റഷ്യയിലായാലും ഇന്ത്യയിലായാലും അതിന് പാർലമെൻ്ററി വ്യാമോഹങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്, റിയൽ എസ്റ്റേറ്റിൽ താല്പര്യമുണ്ടായതുകൊണ്ടാണ്. അങ്ങനെയാണ് കപ്പലണ്ടി കച്ചവടക്കാരൻ കോടീശ്വരനായിട്ട് മാറുന്ന ആൽക്കമി ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആഗോള അയ്യപ്പ സംഗമം നടത്തേണ്ടി വരുന്നത്. അവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ച് അത് മുതൽക്കൂട്ടാക്കേണ്ടി വരുന്നത്, മാതാ അമൃതാനന്ദമയ്യെ പോയി പുൽകേണ്ടി വരുന്നത്, ഉമ്മ കൊടുക്കേണ്ടി വരുന്നത്, മോഹൻലാലിനെ ആദരിക്കേണ്ടി വരുന്നത്, ഫാൽക്കെ അവാർഡ് വിന്നർ എന്നുള്ള വാക്ക് അതിൻ്റെ ഫ്ലെക്സിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നത്. ഗതികേട് കമ്മ്യൂണിസ്റ്റിൻ്റെ ഗതികേട്, അതിൻ്റെ അങ്കലാപ്പ്. അല്ലല്ല, ഇത് കൂടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ ഒരൊറ്റ സംസ്ഥാനത്തെങ്കിലും അധികാരം നിലനിർത്താനുള്ള തത്രപ്പാട്, ഗതികേട്. അതുപോലെ തന്നെ താങ്കൾ തന്നെ പറഞ്ഞു, 19 സംസ്ഥാനങ്ങളിൽ ഈ RSSകാർ ഭരിച്ചുകൊണ്ടിരിക്കുക. BJPക്കാർ അല്ല, അവരെല്ലാം RSS വളർത്തിയെടുത്ത നേതൃഗുണമുള്ളവരാണ്. ഇന്ത്യയിലെ ഏതൊരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും, സിംബിയോസിസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും വളർത്തിയെടുക്കുന്ന ആളുകളെക്കാൾ മാനേജ്മെൻറ്റ് ശേഷിയുള്ള ആൾക്കാർ. അതിൻ്റെ ഉദാഹരണമാണ്, ഉദാഹരണമാണ് അശ്വിനി വൈഷ്ണവ്. ഒരൊറ്റ ഉദാഹരണം കൊണ്ട് തിളങ്ങുന്ന ഒരു ഉദാഹരണമാണ്. ചോദ്യം അല്ല, അതാണ് ഈ CPM ആശയത്തിൽ നിന്ന് പിന്നോട്ട് പോയി. RSS പിന്നോട്ട് പോകാത്തതാണ് അവരുടെ വിജയം അല്ലേ? ആശയത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. എന്ത് അല്ല, അവരുടെ സംശുദ്ധമായിട്ടുള്ള ആശയമാണ്. അവർക്ക് പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറയുന്നില്ല. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത്. ഇപ്പോൾ SNDP യൂണിയൻ ആയാലും NSS ആയാലും അവരുടെ സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതങ്ങനെയല്ല. ഇവിടുത്തെ ഭാരത സമൂഹത്തിൻ്റെ, ഭാരത സമാജം എന്നാണ് അവർ പറയുന്നത്, അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സംഘടനയാണ്. സ്വന്തം രക്ഷ, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതല്ല. അഴിമതി നടത്തി കുടുംബത്തിലേക്ക് പണം സമ്പാദിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അത് സനാതന ധർമ്മം പോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾ അതും മനസ്സിലാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.